ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയ ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ഡിവോഷണൽ പാത്സ് ടു ദ ഡിവൈൻ. ഡിവോഷണൽ പാത്സ് ടു ദ ഡിവൈൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ യു മേ ഹാവ് സീൻ പീപ്പിൾ പെർഫോം റിച്വൽസ് ഓഫ് വർഷിപ്പ് or singing bhajanas, kirthanas or qawwalis or even repeating the name of God in silence. And notice that some of them are moved to tears. അല്ലെ, നിങ്ങൾ പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇപ്പം ടെമ്പിളിൽ പോയിട്ടാണെങ്കിലും പള്ളിയിൽ പോയിട്ടാണെങ്കിലും അല്ലെ, എന്താണ് ആ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭജനാസും കീർത്തനാസും, അല്ലാന്നുണ്ടെങ്കിൽ സൈലൻസിൽ പ്രാർത്ഥിച്ച് ചില ആൾക്കാർ ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്താ കണ്ണിന്ന് വെള്ളമൊക്കെ വരും അല്ലെ, അവർ വളരെ മനസ്സുരുകി എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങളും അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, ഭജനാസും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ആൻഡ് സച്ച് ഇൻറ്റൻസ് ഡിവോഷൻ ഓർ ലവ് ഓഫ് ഗോഡ് is the legacy of various kinds of bhakti and Sufi movements that have evolved since the 8th century. അപ്പം നമുക്ക് ഈ ഒരു സംഭവം അല്ലെ, നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും അറിയില്ല അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ അവരെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങനെ രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, ആ ഒരു പാറ്റേൺ തന്നെയാണോ അല്ലെ, നമുക്കൊരു ചിട്ടയും അടുക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അതായത് കുറച്ച് ബിലീഫും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ വളരുന്നതിനനുസരിച്ച് അല്ലെ നമുക്ക് പകർന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഓൾ ദീസ് ഇൻഡിക്കേറ്റ്സ് എ ലെഗസി അല്ലെ. നമുക്കത് 8th സെഞ്ച്വറിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു എന്താ ഇവോൾവ് ചെയ്ത് അല്ലെ, നമുക്ക് നമ്മുടെ ഇന്റൻഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചും കുറെ അന്ന് എന്താണോ പറഞ്ഞു വെച്ചത് അത് പക്ക നമ്മൾ ഫോളോ ചെയ്യല്ല ചെയ്യുന്നത്. പക്ഷെ അതിൽ കാലക്രമമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മളുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ശരിയല്ലേ? യെസ്. ദ ഐഡിയ ഓഫ് എ സുപ്രീം ഗോഡ്, ഒരു സുപ്രീം അല്ലെ, നമുക്ക് എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവം അല്ലെ, ഒരു സുപ്രീമസി അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അല്ലെ ദൈവം അല്ലെ, ദ ഐഡിയ ഓഫ് എ സുപ്രീം ഗോഡ്. ബിഫോർ ലാർജ് കിങ്ഡംസ് എമേർജ്ഡ്, ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ വർഷിപ്ഡ് their own gods and goddesses അല്ലെ. വലിയൊരു അല്ലെ കിങ്ഡം, വലിയ രീതിയിലുള്ള ഒരു കിങ്ഡം ഒക്കെ ആയി മാറുന്നതിനനുസരിച്ച് അതിന് മുമ്പേ തന്നെ എന്താണ് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് അല്ലെ, കുറച്ച് ആൾക്കാർ അല്ലെ, ഇപ്പം നിങ്ങൾ ട്രൈബൽസ് ഒക്കെ അങ്ങനെ ആണെങ്കിൽ പോലും എന്താണ് കുറച്ച് ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ ഒരു ദേവതയെ വാഴ്ത്തുന്നു, അല്ലെങ്കിൽ ഒരു ഗോഡസിനെ, ഒരു പാർട്ടിക്കുലർ ആയിട്ടുള്ള ഗോഡസിനെ നമ്മൾ പ്രൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു അല്ലെ. ആ രീതിയിൽ ലാർജ് കിങ്ഡംസ് എമേർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ വർഷിപ്പ് their own gods and goddesses. As people were brought together through the growth of towns, trade and empires, new ideas began to develop അല്ലെ. ടൈം അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെ, പണ്ട് ഫുൾ ഫോറസ്റ്റ് ആയിരുന്നു, അവിടെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് കൾട്ടിവേഷന് ആപ്റ്റ് ആവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി. പിന്നെ അവിടെ കുറേ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി, ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ വിറ്റഴിക്കാൻ തുടങ്ങി, അതിനു വേണ്ടിയിട്ട് മാർക്കറ്റുകൾ ഉണ്ടാക്കി അല്ലെ. നമ്മളൊരു സാധനം കുറേ ആൾക്കാർ ഓവർ പ്രൊഡക്ഷൻ, സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി, അത് വിറ്റഴിക്കാൻ വേണ്ടി മാർക്കറ്റ്, ട്രേഡിങ്, അങ്ങനെയാണ് സിറ്റീസ് അല്ലെ, നഗരങ്ങളൊക്കെ അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്നതിനനുസരിച്ച് ന്യൂ ഐഡിയാസ് ബിഗെയിൻ ടു ഡെവലപ്പ് അല്ലെ, പുതിയ പുതിയ ഐഡിയാസും ആശയങ്ങളും അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. The idea that all living things pass through countless cycles of birth and rebirth, performing good deeds and bad, came to be widely accepted അല്ലെ. പല ആൾക്കാരെ പുനർജന്മങ്ങളിലെ വിശ്വാസം അല്ലെ, ബർത്തും റീബർത്തും അല്ലെ. അപ്പം നമ്മൾ ഓരോ ജന്മത്തിലും ചെയ്യുന്ന പാപത്തിനനുസരിച്ച് അല്ലെ നല്ല പ്രവർത്തിക്ക് അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടുന്നത്. ആ രീതിയിലൊക്കെ അല്ലെ, നമ്മൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ പട്ടിയായിരുന്നു, പശുവായിരുന്നു, പൂച്ചയായിരുന്നു അല്ലെ, മനുഷ്യജന്മം അങ്ങനെയാണ്. അപ്പൊ ഒരുപാട് അങ്ങനെ മിത്തുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പുനർജന്മങ്ങൾ ഇനിയും നമുക്ക് ജനിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ആത്മാവ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ ആത്മാവ് വേറൊരു ശരീരത്തിൽ പ്രവേശിക്കും, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പല പല കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്, ഇവോൾവ് ചെയ്ത് ഓരോരോ സമയത്തും ഇവോൾവ് ചെയ്ത് വരുന്ന കഥകളാണ് കേട്ടോ.
And similarly, the idea that all human beings are not equal, even at birth, gained around during this period. The belief that social privileges came from birth in a noble family or a high caste was the subject of many learned texts. അല്ലെ, അതുപോലെ തന്നെയാണ് അല്ലെ, ഇപ്പം ഒരു ഉയർന്ന ക്ലാസ്സിൽ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹയർ കാസ്റ്റിൽ ജനിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ പൊസിഷനും, അതുപോലെ തന്നെ ഒരു താഴ്ന്ന കാസ്റ്റിൽ അല്ലെങ്കിൽ താഴ്ന്ന സൊസൈറ്റിയിൽ വലിയൊരു ഇമ്പോർട്ടൻസ്, ഒരു നോബിൾ അല്ല ആയി കണക്കാക്കാത്ത ഒരു സ്ഥലത്ത് ജനിക്കുന്ന ആൾക്കാർക്കും തമ്മിൽ കിട്ടുന്ന പ്രിവിലേജസിലൊക്കെ ആൾക്കാർ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതൊക്കെ അവരുടെ ജന്മത്തിന്റെ ഒരു ഇതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. And many people were uneasy with such ideas and turned to the teachings of the Buddha or the Jainas, according to which it was possible to overcome social differences and break the cycle of rebirth through personal effort. അപ്പം അങ്ങനെ ഇരിക്കുന്ന അല്ലെ ആൾക്കാർ വലിയ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, അല്ലെങ്കിൽ താഴ്ന്ന കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു എന്താണ് അംഗീകാരമില്ലായ്മ, ഇത് രണ്ടും അല്ലെ ഈ ഒരു ഇന്നീക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഇന്നീക്വാലിറ്റിയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആശയങ്ങൾ, ജൈന ബുദ്ധ ആശയങ്ങൾ പോലുള്ള ആശയങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ജൈനിസവും ബുദ്ധിസവും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ടല്ലേ. ആൻഡ് അങ്ങനെയാണ് റീബർത്തിന്റെ സൈക്കിളൊക്കെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ഐഡിയോളജി ഒക്കെ അവിടെ വരുന്നത് അല്ലെ. പുനർജന്മങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ. Others felt attracted to the idea of supreme God who could deliver humans from such bondage if approached with ഡിവോഷൻ അല്ലെ. നമ്മൾ ഭക്തിയോടുകൂടി അല്ലെ ദൈവത്തിന് അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല നേട്ടങ്ങൾ അല്ലെ, നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കേണ്ടെന്ന ആവശ്യകത, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും. ആ രീതിയിലുള്ള അപ്രോച്ച് ഉണ്ട്, അതും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഐഡിയ അഡ്വക്കേറ്റഡ് ഇൻ ദി ഭഗവത്ഗീത. എവിടെയാണ് ഈ ഐഡിയ വന്നിട്ടുള്ളത്? ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഭഗവത്ഗീതയിലാണ്. ഗ്രൂ ഇൻ പോപ്പുലാരിറ്റി ഇൻ ദ ഏർലി സെഞ്ചുറീസ് ഓഫ് ദി കോമൺ എറ. അപ്പം ഈ ഒരു ഐഡിയ വന്നിട്ടുള്ളത് ഭഗവത്ഗീതയിലായിരുന്നു അല്ലെ, ദൈവത്തിലേക്ക് എല്ലാ വിശ്വാസങ്ങളും അർപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ് ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങൾ എന്ന് പറഞ്ഞ അല്ലെ? ശിവൻ കേട്ടിട്ടില്ലേ? ശിവ, വിഷ്ണു, ദുർഗ ആസ് സുപ്രീം ഡീറ്റീസ് came to be worshipped through elaborate rituals. At the same time, gods and goddesses worshipped in different areas came to be identified with Shiva, Vishnu or Durga. അപ്പം മെയിനായിട്ട് ആൾക്കാർ ആരാധിച്ചുകൊണ്ടിരുന്നത് ഏതിനൊക്കെയായിരുന്നു? ശിവനെയും വിഷ്ണുവിനെയും ദുർഗാദേവിയും ഒക്കെ ആയിരുന്നു. ഇനി ഇത് കൂടാതെ വേറെയും കുറെ അല്ലെ ലോക്കലായിട്ട് കുറെ പീപ്പിൾ ചേർന്നിട്ട് വേറെ ആൾക്കാരെ ഒക്കെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫോം അല്ലെ, 3 ദൈവങ്ങളുടെ, മെയിൻ ആയിട്ട് ശിവ, വിഷ്ണു, ദുർഗാ ദേവികളുടെ ഒരു സെയിം കാറ്റഗറിയിൽ തന്നെ came to be identified with Shiva, Vishnu or Durga. And in the process, local myth and legends became a part of the Puranic stories. നമ്മൾ ഒത്തിരി പുരാണ കഥകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കൃഷ്ണന്റെ കഥ കേട്ടിട്ടുണ്ടാവും അല്ലെ, രാമന്റെ കഥ കേട്ടിട്ടുണ്ടാവും, ശിവന്റെ കഥ കേട്ടിട്ടുണ്ടാവും. അപ്പം ഓരോ അല്ലെ ഒരുപാട് ഒത്തിരി ദൈവങ്ങളുടെ കഥകളും അങ്ങനെയൊക്കെ പുരാണ കഥകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അല്ലെ. ആൻഡ് methods of worship recommended in the Puranas were introduced into the local cults. Eventually, the Puranas also laid down that it was possible for devotees to receive the grace of God regardless of their caste status. പിന്നീട് എന്താണ് പുരാണാസിൽ എന്താണ് ഡിവോട്ടീസിന് അവരുടെ കാസ്റ്റ് നോക്കാതെ അവർക്ക് വേണ്ട ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടും എന്നുള്ള രീതിയിൽ ഒരു കഥ വരുന്നുണ്ട്. The idea of bhakti became so popular that even Buddhists and Jainas adopted these belief process. അല്ലെ, ഭക്തി മാർഗം അല്ലെ,
ഭക്തി മാർഗം, ബുദ്ധിസവും ജൈനിസവും ഒക്കെ എന്തായിരുന്നു, ആ ഒരു ഇന്നീക്വാലിറ്റി അല്ലെ, സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ഒരു ഇന്നീക്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഉയർന്നു വന്ന ആശയങ്ങളാണ്. അപ്പം അവര് പോലും ഭക്തി മാർഗം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു ഭക്തി എന്നുള്ള ഒരു ആശയത്തില് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സൗത്ത് ഇന്ത്യയിലുള്ള ഭക്തി. ഓക്കെ, ഭക്തി ഇൻ സൗത്ത് ഇന്ത്യ ഏത് മെത്തേഡിലൂടെയായിരുന്നു? നായനാസ് ആൻഡ് ആൽവാസ്. ഓക്കെ, അപ്പം സൗത്ത് ഇന്ത്യയിലുള്ള ഭക്തി എങ്ങനെയായിരുന്നു നിലനിന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അല്ലെ. സോ ദ 7th to 9th centuries saw the emergence of new religious movement led by Nayanas. അതാരാണ് നായനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരാണ്? സയൻസ് ഡിവോട്ടഡ് ടു ശിവ അല്ലെ, ശിവനെ ആരാധിക്കുന്ന ആൾക്കാർ അല്ലെ, ശിവന്റെ ഡിവോട്ടീസിനെയാണ് എന്ത് പറയുന്നത്? നായനാസ് എന്ന് പറയുന്നത്. അവര് ഫ്ലറിഷ് ചെയ്ത ടൈം എന്ന് പറയുന്നത് ഏതാണ്? 7th to 9th centuries ആണ്. ആൻഡ് ആൽവാസ് ഉണ്ട്. ആൽവാസ് ആരാണ്? സെയിൻസ് ഡിവോട്ടഡ് ടു വിഷ്ണു. അപ്പം നായനാസും ഉണ്ട്, ആൽവാസും ഉണ്ട്. അതിനകത്ത് ശിവനെ ആരാധിച്ച ശിവന്റെ ഡിവോട്ടീസ്, അതാണ് നായനാസ് എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെതാണ് ആൽവാസ്. ഹു കെയിം ഫ്രം ഓൾ ക്ലാസസ് അല്ലെ, എല്ലാ കാസ്റ്റിലുള്ള ആൾക്കാർ, ഇൻക്ലൂഡിങ് ദോസ് കൺസിഡേർഡ് അൺടച്ചബിൾ ലൈക്ക് ദി പുലയർ ആൻഡ് പാണസ്. അപ്പം അന്നത്തെ സൊസൈറ്റിയിൽ പോലും അൺടച്ചബിലിറ്റി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലൈക്ക് എന്താണ്? കാസ്റ്റ് സിസ്റ്റം അല്ലെ, ഉയർന്ന കാസ്റ്റിലുള്ള ആൾക്കാർ. ഇപ്പൊ പുലയ, പാണർ ഒക്കെ പറയുന്ന കാസ്റ്റുകൾ എന്താണ്? താഴ്ന്ന കാസ്റ്റ് ആയിട്ട്, അൺടച്ചബിലിറ്റി ആയിട്ട് കണക്കാക്കിയിട്ടുള്ള കാസ്റ്റുകളായിരുന്നു അല്ലെ. ഇന്നത് ഭയങ്കര മോശം ഏർപ്പാടാണ് അല്ലെ. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നതേ വളരെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, ഒരു സിസ്റ്റം അല്ലെ. അവരെ തൊടാൻ പാടില്ല, അവർ കഴിച്ച സാധനം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അവർ തൊട്ട വെള്ളം, കിണർന്ന് വെള്ളം എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ മോശം ചിന്താഗതിയിലൂടെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് സൊസൈറ്റി പോയിക്കൊണ്ടിരുന്നത്. സോ അങ്ങനത്തെ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ അൺടച്ചബിലിറ്റിയും പോലെ ഉണ്ടായിരുന്ന അവര് പോലും ഈ നായനാസ്, ആൽവാസ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു. ആൻഡ് they were sharply critical of the Buddhists and Jains and preached ardent love of Shiva or Vishnu as the path to salvation. അപ്പം സാൽവേഷൻ അല്ലെ, മോക്ഷത്തിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് അവർ അതിനെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. They drew upon the ideas of love and heroism as found in the Sangam literature. അതൊരു തമിഴ് ലിറ്ററേച്ചറിന്റെ ഏർലിയർ ഒരു എക്സാമ്പിൾ ആണ്. സംഗം ലിറ്ററേച്ചർ കമ്പോസ്ഡ് ഡ്യൂറിങ് ദ ഏർലി സെഞ്ചുറീസ് ഓഫ് ദി കോമൺ എറ ആൻഡ് ബ്ലെൻഡഡ് ദം വിത്ത് ദി വാല്യൂസ് ഓഫ് ഭക്തി. അപ്പം ഭക്തിയുമായിട്ട് ലവ് ആൻഡ് ഹീറോയിസം അല്ലെ, അത് ഭക്തിയുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, and the Nayanas and Alvas went from place to place composing exquisite poems. അപ്പം ഇവിടെ എന്താണ്? ഭക്തിയുടെ മാർഗത്തിലേക്ക് അല്ലെ, വിഷ്ണുവിനെയും ശിവനെയും ആരാധിക്കുന്ന ആൾക്കാര് അല്ലെ, അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്? സ്പ്രെഡ് ചെയ്യാണ് അല്ലെ, അവരവരുടെ വിശ്വാസം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അവര് പോയംസ് ഇൻ പ്രൈസ് ഓഫ് ദി ഡീറ്റീസ് enshrined in the villages they visited and set them to മ്യൂസിക് അല്ലെ. അവര് പോയംസ് ഉണ്ടാക്കി അല്ലെ വില്ലേജസിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആക്കുകയാണ്. ആ ഒരു അല്ലെ ഒരു വർഷിപ്പിന്റെ ഒരു ആവശ്യകത ഇങ്ങനെ സ്പ്രെഡ് ആക്കുകയാണ്. അതിന് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് അവര് ആ ഒരു ആശയം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. നായനാസ് ആൻഡ് ആൽവാസ്. ആൻഡ് അപ്പൊ അത് 7th 9th അല്ലെ. ഇനി ബിറ്റ്വീൻ ദ 10th and 12th centuries the Chola and Pandya kings built elaborate temples around many of the shrines visited by the saint poets, strengthening the links between the Bhakti tradition and temple worship. അപ്പം ഭക്തിയുടെ ഒരു മാർഗം വരുന്നുണ്ട് അല്ലെ. കുറെ ആൾക്കാർ ലോർഡ് വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ അല്ലെ, നായനാസ് ആൻഡ് ആൽവാസ് വരുന്നുണ്ട്. ആ ഒരു ഭക്തിയെ അല്ലെ ടെമ്പിൾ വർഷിപ്പിലേക്കുള്ള അല്ലെങ്കിൽ ഭക്തിയും ടെമ്പിളും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെ, ഭക്തി മാർഗം
ടെമ്പിൾ, അമ്പലങ്ങൾ വഴിയുള്ള ഒരു കണക്ഷൻ, അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ 10th and 12th സെഞ്ച്വറീസിൽ ചോള വംശം ആൻഡ് ചോളയിലെയും പാണ്ഡ്യ കിങ്സും അവര് എന്ത് ഫോം ചെയ്തു? ടെമ്പിൾസ് അറൌണ്ട് മെനി ഓഫ് ദി ഷ്രൈൻസ് വിസിറ്റഡ് ബൈ ദി സെയിന്റ് പോയിറ്റ്സ്. ഈ പോയിറ്റ്സ് വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവര് ടെമ്പിൾസ് പണിയാൻ തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്തു? സ്ട്രെങ്തനിങ് ദ ലിങ്ക്സ് ബിറ്റ്വീൻ ദി ഭക്തി, അല്ലെ, ഭക്തിയെ ടെമ്പിൾസുമായിട്ടൊരു കണക്ഷൻ അവിടെ വന്നു. ഓക്കെ, ഇവരിങ്ങനെ എന്താ പറയാ, മ്യൂസിക്കും പോയം ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ സ്പ്രെഡ് ചെയ്തത്, പിന്നെ അവർ പോയ സ്ഥലങ്ങളിലൊക്കെ അമ്പലങ്ങളായിട്ട് വന്നു. This was also the time when their poems were compiled. അപ്പം ആ ഒരു 10th and 12th സെഞ്ച്വറിയിൽ തന്നെയാണ് ഇവരെ ഉണ്ടാക്കിയിട്ടുള്ള പോയംസ് എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് ബിസൈഡ്സ് ഹാജിയോഗ്രാഫീസ് ഓർ റിലീജിയസ് ബയോഗ്രാഫീസ്, അല്ലെ, മതപരമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു മതം, അല്ലെ, ഹിന്ദു, അല്ലെ, ആ ഒരു റിലീജിയസ് ബയോഗ്രാഫീസ് ഓഫ് ദി ആൽവാസ് ആൻഡ് നായനാസ് വേർ ഓൾസോ കമ്പോസ്. അതിനെ പറയുന്ന പേരെന്താണ്? ഹാജിയോഗ്രാഫീസ് എന്നാണ് പറയുന്നത്. ടുഡേ വി യൂസ് ദീസ് ടെക്സ്റ്റ് ആസ് സോഴ്സസ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററീസ് ഓഫ് ദി ഭക്തി ട്രഡീഷൻ. അപ്പം അന്ന് കമ്പൈൽ ചെയ്തിട്ടുള്ള, അല്ലെ, ആ 10th 12th സെഞ്ച്വറീസിൽ കമ്പൈൽ ചെയ്തിട്ടുള്ള ഈ ഒരു റിലീജിയസ് ബയോഗ്രഫീസ് റെഫർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹിസ്റ്ററി ഒക്കെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഹിസ്റ്ററി റിലേറ്റഡ് പാർട്സ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ അത്തരം ഗൈഡാണ് എടുക്കുന്നത്. ഓക്കെ, സോ നായനാസ് ആൻഡ് ആൽവാസ് ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായനേഴ്സും ആൽവാസും എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. There were 63 നായനേഴ്സ് who belong to different social background such as potters, untouchable. നമ്മൾ പറഞ്ഞു അല്ലെ, ഈ നായനാസ് ആൽവാസ് ശിവനെയും വിഷ്ണുവിനെയും വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാര്, അവർ പക്ഷെ അൺടച്ചബിൾ കാറ്റഗറിയിലുള്ള ആൾക്കാരോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഇതിലുണ്ടായിരുന്നു. ആൻഡ് അൺടച്ചബിൾ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, പെസൻസ് ഉണ്ടായിരുന്നു, ഹണ്ടേഴ്സ്, അല്ലെ, സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു, ബ്രാഹ്മണാസും ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് ചീഫ്സ്, എല്ലാവരുമുള്ള ഒരു കാറ്റഗറി ആയിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന നായനാസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ബെസ്റ്റ് നോൺ അമംഗ് ദം വേർ അപ്പർ, സമ്പന്ദർ, സുന്ദരർ ആൻഡ് മാണിക്യവാസകർ. ഓക്കെ, അപ്പർ, സമ്പന്ദർ, സുന്ദരർ ആൻഡ് മാണിക്യവാസകർ. There are 2 sets of compilation of their songs. അപ്പം നയനാസ് പോയംസ് ഒക്കെ ഉണ്ട് അല്ലെ, അപ്പം അവരുടെ സോങ്സിന്റെ കമ്പൈലേഷൻസ് 2 സെറ്റ് ഓഫ് കമ്പൈലേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് തേവരം ആൻഡ് തിരുവാചകം. ഏതൊക്കെയാണ്? തേവരം ആൻഡ് തിരുവാചകം. ഈ 2 കമ്പൈലേഷൻസ്, അവരുടെ മ്യൂസിക്കിന്റെ 2 കമ്പൈലേഷൻ ആണ്, നയനാസിന്റെ 2 കമ്പൈലേഷൻ ആണ്. ദാറ്റ് ഈസ് തേവരം ആൻഡ് തിരുവാചകം എന്ന് പറയുന്ന 2 കമ്പൈലേഷൻസും ഉണ്ടായിരുന്നു. ആൻഡ് ആൽവാസിനെ പറ്റി പറയുകയാണെങ്കിലോ, there were 12 ആൽവാസ്, 12 ആൽവാസ് ഉണ്ടായിരുന്നു, who came from equally divergent background, the best known being പെരിയാൽവാർ. അല്ലെ, ഈക്വലി ഡൈവേർജന്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന 12 ആൽവാസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൽവാർ ആരാണ്? പെരിയാൽവാർ ആണ്. പെരിയാൽവാർ, ഹിസ് ഡോട്ടർ ആന്തൾ, തൊന്തര ദിപ്പോടി ആൽവാർ ആൻഡ് നമ്മാൽവാർ. അപ്പം ഇത്രയും ആൾക്കാരായിരുന്നു മെയിൻ ആയിട്ട് ആൽവാസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെരിയാൽവാർ അത് ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ആളായിരുന്നു. പിന്നെ ആന്തൾ ഉണ്ടായിരുന്നു, തൊന്തര ദിപ്പോടി ഉണ്ടായിരുന്നു, ആൻഡ് നമ്മാൽവാർ ഉണ്ടായിരുന്നു. Their songs were compiled in the ദിവ്യപ്രബന്ധം. അവരുടെ സോങ്സ് എവിടെയാണ് കമ്പൈൽ ചെയ്തിട്ടുള്ളത്? ദിവ്യപ്രബന്ധം എന്ന പേരിലാണ് അവരുടെ സോങ്സ് കമ്പൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൽവാസിന്റെ. നായനാസിന്റെ ആണെങ്കിലോ തേവരം ആൻഡ് തിരുവാചകം എന്ന് പറയുന്ന 2 കമ്പൈലേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് നായനാസും ആൽവാസും പറഞ്ഞ് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ദാറ്റ് ഈസ് ഫിലോസഫിയും ഭക്തിയും. ഓക്കെ, ഫിലോസഫിയും ഭക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഭക്തിയും ഫിലോസഫിയും ഒന്നാണോ? അല്ലെങ്കിൽ
എന്താണ് ഭക്തിയും ഫിലോസഫി എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ആൻഡ് ശങ്കര, one of the most influential philosophers of India, was born in Kerala in the 8th century. അല്ലെ, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലോസഫർ ആയിരുന്നു ആര് ശങ്കര. അല്ലെ, എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? നമ്മുടെ കേരളത്തിലാണ്, 8th സെഞ്ചുറിയിൽ. അല്ലെ, ഹി വാസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് അദ്വൈതത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ആര്? ശങ്കര. എന്താ അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ്. അല്ലെ, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്ന് അർത്ഥം. അല്ലെ, രണ്ടല്ലാത്തതെന്ന് പറഞ്ഞാൽ ഒന്ന്. സോ അദ്വൈത ഓർ ദ ഡോക്ട്രൈൻ ഓഫ് ദി വൺനെസ് ഓഫ് ദി ഇൻഡിവിജ്വൽ സോൾ ആൻഡ് ദ സുപ്രീം ഗോഡ് വിച്ച് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. അല്ലെ, സുപ്രീം ഗോഡ് ആണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. അല്ലെ, ആത്മാവിൽ വിശ്വസിച്ച ആളാണ് അദ്വൈതം. അല്ലെ, ഒറ്റ ഒന്നില്ല. ദ ഡോക്ട്രൈൻ ഓഫ് വൺനെസ്, അതാണ് ശങ്കര വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബിലീഫ് ഇൻ ദ സുപ്രീം ഗോഡ് വിച്ച് ഇസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. He thought that Brahman, the only or ultimate reality, was formless. അല്ലെ, അദ്ദേഹം എന്താ പഠിപ്പിച്ചത്? ബ്രാഹ്മൺ എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. അവർ ഫോംലെസ് ആണ്, അവർക്ക് ഫോം ഇല്ല. ആൻഡ് വിത്തൗട്ട് എനി ആട്രിബ്യൂട്ട്സ്, ഫോംസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ബ്രാഹ്മിൻസ് എന്നാണ് പഠിച്ചത്. ആൻഡ് ഹി കൺസിഡേർഡ് ഇതെല്ലാം ഓരോരോ ഫിലോസഫീസിന്റെയും ഓരോരോ ചിന്തകന്മാരുടെ ഒപ്പീനിയൻസ് ആണ് കേട്ടോ. ഇതാണ് ശരി, അല്ലെങ്കിൽ അടുത്ത പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ വേറെ പറയുന്നതാണ് ശരി എന്നൊന്നും അല്ല കേട്ടോ. ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാട് മാത്രം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഇപ്പം ഇതിൽ ഏതാണ് ശരി എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. അല്ലെ, ഇപ്പൊ ജൈനിസം പറയുന്നത് ശരിയാണോ, ബുദ്ധിസം ആണോ ശരി, അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസമാണോ ശരി, അല്ലെങ്കിൽ ഹിന്ദുസ് പറയുന്നതാണോ ശരി, അങ്ങനെയൊന്നുമില്ല. ഒരു കൺസെപ്റ്റ് ഓരോ ആൾക്കാരും എന്താണ് അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. അത് ഇന്നതാണ് ശരിയെന്ന് നമുക്ക് ആർക്കും വാദിക്കാൻ പറ്റില്ല കേട്ടോ. He considered the world around us to be an illusion or മായ. അദ്ദേഹം അയാൾക്ക് ചുറ്റുമുള്ള വേൾഡിനെ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ മായയായിട്ടാണ് അല്ലെ എല്ലാം മായയാണ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. And preached the renunciation of the world and adoption of the path of knowledge to understand the true nature of Brahman and attain salvation. എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം എന്താ കൺസിഡർ ചെയ്ത വേൾഡ് അറൌണ്ട് us to be an illusion or maya and preach renunciation of the world and adoption of the path of knowledge. അല്ലെ, ജ്ഞാനത്തിന്റെ മാർഗമാണ് എന്തിനു വേണ്ടിയിട്ട്? ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ നാച്ചർ ഓഫ് ബ്രാഹ്മൺ. അല്ലെ, ബ്രാഹ്മണിനെ പറ്റി മനസ്സിലാക്കാൻ ജ്ഞാനം വേണമെന്നും ജ്ഞാനത്തിന്റെ പാത വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാൽവേഷൻ, അല്ലെ, മോക്ഷം കിട്ടുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ്. ആരുടേതാണ്? ശങ്കര. ഓക്കെ. ആൻഡ് രാമാനുജ, നെക്സ്റ്റ് ഒരാളാണ് രാമാനുജ ബോൺ ഇൻ തമിഴ്നാടു ഇൻ ദ 11th century. അതാണ് മറ്റേ ആൾ എപ്പോഴായിരുന്നു? 8th century ആയിരുന്നു. രാമാനുജ ബോൺ ഇൻ തമിഴ്നാടു ഇൻ ദ 11th century വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ആൽവാസ്. രാമാനുജനെ ആൽവാസ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. According to him, the best means of attaining salvation was through intense devotion to Vishnu. ഓക്കെ, അപ്പം ആൽവാസിന്റെ സെയിം ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഐഡിയാസിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട ആളായിരുന്നു രാമാനുജ. ആൻഡ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് സാൽവേഷൻ, അല്ലെ, മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റൻസ് ആയിട്ട് ലോർഡ് വിഷ്ണുവിന് ഡിവോഷൻ ചെയ്യണം എന്നായിരുന്നു. And Vishnu, his grace, helps the devotee to attain the bliss of union with him. അപ്പം ആ ഒരു ലോർഡ് വിഷ്ണുവിന്റെ ഒരു ഗ്രേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെ അദ്ദേഹമായിട്ട് അലിഞ്ഞു ചേരാനുള്ള ഒരു യൂണിയൻ വിത്ത് ഹിം എന്ന് പറയുന്നത് ആ ഒരു എക്സ്ട്രീം നമ്മൾ വിഷ്ണുവിനോടുള്ള ഒരു ഡിവോഷൻ ആണെന്നാണ് രാമാനുജ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. He propounded the doctrine of വിശിഷ്ടദ്വൈത. മറ്റേത് അദ്വൈതമായിരുന്നു അല്ലെ, അദ്വൈതമായിരുന്നു ആര്? ശങ്കര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. രാമാനുജ propounded the doctrine of വിശുദ്ധദ്വൈത and or qualified oneness. അല്ലെ, വിശുദ്ധദ്വൈത
qualified oneness. മറ്റേത് വെറും oneness ആയിരുന്നു, ഇത് വിശുദ്ധമാണ് അല്ലെ, qualified oneness, in that the soul, even when united with the supreme God, remained distinct. And Ramanuja's doctrine greatly inspired the new strand of bhakti which developed in North India subsequently. അപ്പം ആദ്യം ഇദ്ദേഹം സൗത്ത് ഇന്ത്യൻ ആണ് അല്ലെ, തമിഴ്നാടാണ്, പിന്നീട് അത് സ്പ്രെഡ് ആയിട്ട് നോർത്ത് ഇന്ത്യ വരെയൊക്കെ അത് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി നെക്സ്റ്റ് ആണ് നമ്മള് ബസവണ്ണാസ് വീരശൈവിസം. ഓക്കെ, സോ ബസവണ്ണാസ് വീരശൈവിസം. We noted earlier the connection between the Tamil Bhakti movement and temple worship. അല്ലെ, നമ്മൾ കണ്ടു അല്ലെ, ഭക്തി മൂവ്മെന്റ് ആണ് പിന്നീട് ടെമ്പിൾ വർഷിപ്പിലേക്കുള്ള ഒരു ചേഞ്ച് നമ്മൾ കണ്ടു. This in turn led to a reaction that is best represented in the Veerashaiva movement initiated by Vasavanna and his companions like Allama Prabhu and Akka Mahadevi. Okay, Allama Prabhu and Akka Mahadevi. This movement began in Karnataka in the mid-12th century. അപ്പം വീരശൈവിസം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 12th century, mid-12th centuryയിൽ എവിടെയാണ്? കർണാടകത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോന്ന് എഴുതുമ്പോൾ ഇപ്പം എന്താണ് ആൽവാസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വീരശൈവിസം, അല്ലെങ്കിൽ ശങ്കര, അല്ലെങ്കിൽ രാമാനുജ, ഇതെല്ലാം അല്ലെ അദ്വൈത, വിശിഷ്ട അദ്വൈത, എന്നിട്ട് പ്ലേസും കൂടെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് പഠിക്കുക. ആൻഡ് ദ വീരശൈവാസ് ആർഗ്യൂഡ് സ്ട്രോങ്ലി ഫോർ ദ ഇക്വാലിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ്. എന്താണ് ഇവർ ആർഗ്യൂ ചെയ്തത്? ഇക്വാലിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അഗെയിൻസ്റ്റ് ബ്രാഹ്മണിക്കൽ ഐഡിയാസ് അബൌട്ട് കാസ്റ്റ് ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് വിമൻ. എന്താണ് ബ്രാഹ്മണിക്കൽ ഐഡിയ എന്ന് പറയുന്നത്? എന്താണ് കാസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട് അവിടെ അല്ലെ, ബ്രാഹ്മണാസ് ഭയങ്കര ഉയർന്ന കാസ്റ്റ്, അല്ലെങ്കിൽ ബാക്കി അല്ലെ വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞിട്ട് കാസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പം ഇവിടെ പറയുന്ന എന്താണ്? എല്ലാ ആൾക്കാരും ഈക്വൽ ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെ, അതാണ് ഇവിടെ വരുന്നത്. They were also against all forms of ritual and idol worship. അപ്പൊ അവര് ഈ ബാക്കിയുള്ള എല്ലാ റിച്വൽസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ബസവണ്ണാസിന്റെ വീരശൈവിസം എന്ന് പറയുന്ന വിശ്വാസം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ? സോ കുറച്ചൊരു ഒരു ഫിലോസഫി ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്തൊക്കെയാ പറയുന്നതെന്ന്. സോ നമുക്ക് ഐഡിയാസ് ഓഫ് സുപ്രീം ഗോഡ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ഭഗവത്ഗീതയിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഭക്തി മാർഗം അല്ലെ, ബുദ്ധിസ്റ്റ് ഭക്തി ഇൻ സൗത്ത് ഇന്ത്യ ആണ് നയനാസ് ആൻഡ് ആൽവാസ് വഴി അല്ലെ, ശിവനെയും വിഷ്ണുവിനെയും വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ സാൽവേഷൻ അറ്റൈൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത്. നയനാസിന്റെയും ആൽവാസിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പേരുകൾ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ ഫിലോസഫിയും ഭക്തിയും അല്ലെ, അതിന് ശങ്കര അദ്വൈതം പഠിച്ചു, രാമാനുജൻ്റെത് വിശിഷ്ടാദ്വൈതം പഠിച്ചു, ബസവണ്ണാസ് വീരശൈവിസവും നോക്കി. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ഒരു സെഷനിൽ പഠിക്കാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.